മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരായ തൃശൂർ വിജിലൻസ് കോടതി വിധി ഹൈക്കോടതി 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. സ്വയം പോസ്റ്റ്മാനായി കണക്കാക്കുന്ന ജഡ്ജി സ്വന്തം ചുമതലയെക്കുറിച്ച് ബോധമില്ലാത്തവനാണെന്ന് ഹൈക്കോടതി വിമർശിച്ചു. ജഡ്ജിയുടെ നടപടിയെക്കുറിച്ച് പരിശോധിക്കാൻ ഹൈക്കോടതി ഭരണവിഭാഗത്തിന് ജസ്റ്റിസ് പി ഉബൈദ് നിർദ്ദേശം നൽകി. വെളിപ്പെടുത്തലുകൾ അലോസരം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന ആമുഖത്തോടെയാണ് ജസ്റ്റിസ് പി ഉബൈദ് ഉത്തരവ് പറഞ്ഞു തുടങ്ങിയത്. കോടതി ഉത്തരവുകളിലെ നിഷ്കളങ്ക പരാമർശങ്ങൾ പോലും വിവാദമാകുന്ന കാലമാണിത്. ഈ അനാരോഗ്യ പ്രവണതകൾക്ക് കോടതികൾ ഊർജ്ജം പകരാൻ പാടില്ല. തികഞ്ഞ ജാഗ്രതയും നീതിബോധവുമാണ് ഇവിടെ ആവശ്യം. യഥാർത്ഥ പരാതികളും സ്വാർത്ഥ താൽപര്യത്തോടെയുള്ള പരാതികളും തിരിച്ചറിയാൻ കോടതികൾക്ക് കഴിയണം. കോടതികൾ യാന്ത്രികമായി പെരുമാറിയാൽ വിമർശനങ്ങളും വിവാദവും പരിഹാസവും നേരിടേണ്ടി വരും. ഒരു സ്ത്രീ ജുഡീഷ്യൽ കമ്മീഷന് നൽകിയ വെളിപ്പെടുത്തലുകളാണ് ഈ പരാതിക്ക് കാരണം. ഇത്തരം പരാതികളിൽ മാത്രമായി നിയമ ഇടപെടൽ സാധ്യമല്ല. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള പരാതികളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയൂ. വിജിലൻസ് കോടതികൾ പോസ്റ്റ് ഓഫീസുകളെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജിന്റെ പരാമർശത്തെ ഹൈക്കോടതി വിമർശിച്ചു. ചുമതലകളെപ്പറ്റി ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഈ പരാമർശമുണ്ടായത്. ഹൈക്കോടതി ഭരണതലത്തിൽ ഈ വിഷയം പരിശോധിക്കേണ്ടതാണെന്നും ജസ്റ്റിസ് പി ഉബൈദ് ചൂണ്ടിക്കാട്ടുന്നു. പരാതികളിൽ പ്രാഥമിക പരിശോധന ആവശ്യമാണെന്ന് ലളിതകുമാരി കേസിൽ സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടിന് വേണ്ടി എപ്പോഴും കാത്തിരിക്കണമെന്നില്ല. പരാതികളിൽ വസ്തുതകളും തെളിവുകളും ഉണ്ടെങ്കിൽ കേസെടുക്കാൻ ഉത്തരവിടാവുന്നതാണ്. എന്നാൽ ഈ കേസിലെ പരാതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ളതല്ല. വിജിലൻസ് കോടതി ജഡ്ജ് യാന്ത്രികമായി പെരുമാറുകയും ചുമതലകളെപ്പറ്റി അജ്ഞത നടിക്കുകയും ചെയ്തു. അഴിമതി വിരുദ്ധ നിയമത്തിലെ 19-ാം വകുപ്പ് അനുസരിച്ച് മുൻകൂർ അനുമതിയോടുകൂടിയേ പരാതികളിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിയൂ. ഇക്കാര്യം പോലും വിജിലൻസ് കോടതി ജഡ്ജ് പരിശോധിച്ചില്ല. ഈ ഉത്തരവ് നിലനിൽക്കുകയാണെങ്കിൽ അപരിഹാര്യവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുമായ പ്രത്യാഘാതമാവും ഉണ്ടാവുക. അതിനാൽ തെറ്റുകൾ തിരുത്തേണ്ടതുണ്ട്. 2 മാസത്തേക്കാണ് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി മരവിപ്പിച്ചത്. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. അഡ്വക്കേറ്റ് ജനറലും മുഖ്യമന്ത്രിയെ പിന്തുണച്ചു. സോളാർ കമ്മീഷന് മുൻപാകെ സരിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. റിപ്പോർട്ടർ, കൊച്ചി.